നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീക്ക് ഇതുപോലെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതിന് ഓപ്പോസിറ്റായിട്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ? എന്നാൽ ഈ വീക്ക് എനിക്ക് അങ്ങനെയാണ്. ഈ വീക്ക് സ്റ്റാർട്ട് ചെയ്തതേ എനിക്ക് വയ്യായിക കൊണ്ടിട്ടാണ്. ഇപ്പോൾ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോഴും എല്ലാം അങ്ങോട്ട് സെറ്റായിട്ടില്ല. പക്ഷേ എന്നാലും നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റൂലല്ലോ. ഒരു അസുഖത്തിന് മുന്നിലും തോറ്റു കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പണി തുടങ്ങി. ഉച്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ബാക്കി ചെക്കപ്സിനൊക്കെ ഞാൻ ഇറങ്ങി. അപ്പോൾ എൻ്റെ കൂടെ ഇക്കായുടെ ബ്ലഡ് റൂട്ടീൻ ചെക്കപ്പ് ചെയ്യാനിരുന്നു. അതിനുശേഷം ഞങ്ങളൊരു കടയിൽ നിന്ന് നല്ലൊരു അടിപൊളി മീൽസ് കഴിച്ചു. പിന്നെ ഇസയ്ക്ക് കുറച്ച് ഹെൽത്തി സ്നാക്സ് വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ബ്രെഡ് ഫാക്ടറി കയറി. ലേറ്റർ ഇസീനെയും കിൻഡർഗാർട്ടനിൽ നിന്ന് പിക്ക് ചെയ്ത് നേരെ വീട്ടിലോട്ടാണ് പോയത്. വീട്ടു സാധനങ്ങളെല്ലാം കഴിഞ്ഞതുകൊണ്ട് തന്നെ മിസ്റ്റർ ഫയാസ് ഒരു ക്വിക്ക് ഗ്രോസറി ഷോപ്പിങ്ങിന് പോയായിരുന്നു. എന്നിട്ട് കുറച്ച് നല്ല അച്ചാറൊക്കെ വാങ്ങിയിട്ട് വന്നു. ഞങ്ങളുടെ വീട്ടിൽ അച്ചാർ കിട്ടിയാൽ ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാവരും കഴിച്ചു തീർക്കും. പിന്നെ ആ വാങ്ങിയിട്ട് വന്ന സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ഈ ആഴ്ചത്തെ മീൽ പ്രെപ്പ് ചെയ്യാന്നുള്ളതാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്തത്. കമൻറ്റ് ബിലോ ഹൗ വാസ് യുവർ വീക്ക്.